തലസ്ഥാനത്ത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ. അന്വേഷണവുമായി ജീവനക്കാർ സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ഒളിവിലാണ്. ജീവനക്കാരികൾ തുടക്കത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് മറ്റൊരു കഥയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതും ജീവനക്കാരികൾ അറിഞ്ഞുകൊണ്ടാണ് ആ തട്ടിപ്പ് ചെയ്തതെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അക്കാര്യമാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, നാളെ ഈ ജീവനക്കാരികളുടെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് എതിർത്തുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച്. കൃത്യമായ തെളിവുകൾ ഈ മൂന്ന് പേർക്കെതിരെയും ജീവനക്കാരികളായ 3 പേർക്കെതിരെയും ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ലഭിക്കുകയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇത് മനസ്സിലാക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇത്തരത്തിലൊരു കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം നിരവധി തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഈ 3 പേരെയും സമീപിച്ചിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്കായി സമീപിച്ചെങ്കിൽ പോലും 3 പേരും ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. 3 പേരും ഒളിവിലാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരവും. ഇവർ ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഈ വിഷയങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. കാരണം ഈ കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം തങ്ങളുടെ പക്കലുണ്ട്. കേസന്വേഷണത്തിൽ ഈ യുവതികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നതടക്കമുള്ളതിന് തെളിവായ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഈ വിഷയങ്ങൾ കൂടി മനസ്സിലാക്കണമെന്ന് കൂടി ബോധിപ്പിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും നാളെയാണ് ഈ വിഷയത്തിൽ കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ചോദ്യമാകേണ്ടിയിരിക്കുന്നു. കാരണം 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കൃഷ്ണകുമാറിൻ്റെ മകൾ പരാതിയിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ 64 ലക്ഷത്തിലധികം രൂപയുടെ ഈ 3 പേരുടെയും അക്കൗണ്ടിലൂടെ കടന്നു വന്നു, അല്ലെങ്കിൽ വിവിധ സമയങ്ങളിലായിട്ട് 3 പേരുടെയും അക്കൗണ്ടിലൂടെ ഈ 65 ലക്ഷം രൂപയോളം വന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ചില ഡിജിറ്റൽ തെളിവുകൾ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിൻ്റെ കുടുംബം, അതായത് ദിയ കൃഷ്ണകുമാറിൻ്റെ കുടുംബവും കൃഷ്ണകുമാറും അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നത് ഇത് ഈ ഒരു രീതിയിൽ മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തിയതെന്നാണ് പറയുന്നത്. അതായത് നേരിട്ട് QR കോഡിൽ നിന്ന് പണമടക്കുന്നതോടൊപ്പം തന്നെ മറ്റ് മാർഗങ്ങളിലൂടെയും നേരിട്ടും അല്ലാതെയും അടക്കം ഇവർ കൂടുതൽ പണം തട്ടിയെടുത്തോ തങ്ങൾക്ക് സംശയമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസിന് മുന്നിൽ പരാതിയായി പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രശാന്ത്, എന്തായാലും ക്രൈംബ്രാഞ്ചിന് ജീവനക്കാരികളെ കസ്റ്റഡിയിൽ കിട്ടണം. കസ്റ്റഡിയിലെടുത്ത ഈ ജീവനക്കാരികളെ ചോദ്യം ചെയ്യണം. എങ്കിൽ മാത്രമേ സത്യം പുറത്തു വരൂ. ക്രൈംബ്രാഞ്ച് എതിർത്തതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അങ്ങനെ തള്ളുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ജീവനക്കാരികൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങും, ഹാജരാകും. ഇല്ലെങ്കിൽ അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാം, അല്ലേ? തീർച്ചയായും ഇത് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുക എന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അറസ്റ്റ് നടപടികളിലേക്ക് അടക്കം കടക്കുവാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിലവിലെ തെളിവുകളും അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസുകളടക്കം, ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അതുതന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ അതായത് ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അറസ്റ്റ് നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ചിൽ കടക്കുകയും ചെയ്യാം, കൂടുതൽ ചോദ്യം ചെയ്യലടക്കം കടക്കുകയും ചെയ്യാം. എന്തായാലും ഈ 3 പേർക്കെതിരെയും തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചും പറയുന്നത്. അനിൽ നമ്പ്യാർ.
തലസ്ഥാനത്ത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തിരിമറി കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരിക്കുന്നു. അന്വേഷണവുമായി ജീവനക്കാർ സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയും. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.